ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് സെക്കൻഡ് മൊഡ്യൂൾ ചാർജിങ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഇതിൻ്റെ പാർട്ട് 12 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീ എൻഗേജ്ഡ് ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടോർ ഡ്രൈവ് മെക്കാനിസം ആയിരുന്നു. പിന്നെ പ്രീ എൻഗേജ് ടൈപ്പ് സോളിനോയിഡ് ഷിഫ്റ്റ് ലിവറുള്ള ടൈപ്പ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ആക്സിയൽ ഡ്രൈവ് നോക്കി. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഡയർ ഡ്രൈവ് കൂടെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാർട്ടിംഗ് മോട്ടോർ സ്വിച്ചസ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഡ്രൈവുകൾ പോലെ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടോർ സ്വിച്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് മോട്ടോർ സ്വിച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ മാനുവൽ സ്വിച്ചാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് മോട്ടോർ സ്റ്റാർട്ടിംഗ് മോട്ടോറിന് ഹൈ കറണ്ട് ആവശ്യമാണ്. അപ്പോൾ ഹൈ കറണ്ട് ആവശ്യം മാത്രമല്ല, സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് നമ്മൾക്ക് പെർമനൻ്റ് ആയിട്ട് കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എൻജിൻ സ്റ്റാർട്ട് ആവുന്നത് വരെ ആ ഒരു ടൈമിൽ മാത്രം കറണ്ട് കൊടുത്താൽ മതി. സ്റ്റാർട്ടായ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് മോട്ടോറിൽ നിന്ന് കറണ്ട് ഒഴിവാക്കും വേണം. ഇല്ലെങ്കിൽ ആ മോട്ടോർ വീണ്ടും കറങ്ങി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എൻജിൻ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈ വീല് പിനിയനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് പിന്നെ മോട്ടോറും നമ്മൾ അതിൻ്റെ കൂടെ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടും കൂടെ ക്ലാഷ് ചെയ്ത് അവിടെ മോട്ടോർ കംപ്ലൈൻ്റ് ആകാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എൻജിൻ സ്റ്റാർട്ടായിട്ട് വീണ്ടും നമ്മൾ ഇഗ്നിഷൻ തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാഷിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാക്കോട്ട് ഈ കീ നമുക്കറിയാം, കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻഡിൽ ആ കീൻ്റെ ലാസ്റ്റ് എൻഡിൽ അങ്ങോട്ട് പിന്നെ ഒരു സ്പ്രിങ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇഗ്നിഷൻ കീ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് കൊടുക്കാറുള്ളത്, ഇഗ്നിഷൻ കീൻ്റെ അകത്ത്. അപ്പോൾ ഇഗ്നിഷന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ജസ്റ്റ് മോട്ടോറിലേക്ക് കറണ്ട് വന്ന് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈ വന്ന് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ചത് ബാക്കോട്ട് തന്നെ വന്ന് അതിലേക്കുള്ള കറണ്ട് റിലീസാവും. അപ്പോൾ ഇതിന് ഒരു സ്പ്രിങ് സ്വിച്ച്, അതുപോലെ ഓട്ടോമാറ്റിക് സ്വിച്ച്, ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ സ്പ്രിങ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഇതാണ് ഇവിടെ. മാനുവൽ സ്വിച്ച് ആവുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഹെവി കറണ്ടാണ് സ്റ്റാർട്ടിങ് മോട്ടോറിന് ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടോർ വലിക്കുന്നത്. കാരണം അത്രയും എൻജിൻ്റെ ഫ്ലൈ വീലിനെ ടേൺ ചെയ്യണമെങ്കിൽ ഹൈ ടോർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ മോട്ടോർ നല്ല കറണ്ട് വലിക്കും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഹൈ കറണ്ടാണ് ബാറ്ററിയിൽ നിന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കോണ്ടാക്റ്റ്, ഈ സ്വിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മാനുവൽ സ്വിച്ചാണ് സമയത്ത് എന്താണ്, ഇവിടെ ഹെവി ടൈപ്പ് കോണ്ടാക്റ്റ് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, ഇത് എന്താണ്, സ്പ്രിങ് ടൈപ്പ് സ്വിച്ചാണ്, പ്ലഞ്ചർ ടൈപ്പ് സ്വിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും. നമ്മൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രിങ്ങിൻ്റെയും സഹായത്താൽ ഇത് ബാക്കോട്ട് തന്നെ വരും. ഇങ്ങനത്തെ ടൈപ്പ് സ്വിച്ചുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്. ഒരു പ്ലഞ്ചറും ഒരു സ്പ്രിങ്ങും ഒരു കോണ്ടാക്റ്റുമാണ് ഇതിന് മെയിനായിട്ടുള്ളത്. പിന്നെ ബാറ്ററിയിൽ നിന്നുള്ള ടെർമിനലും പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് പോകുന്ന ടെർമിനലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കോണ്ടാക്റ്റ് വിത്ത് പ്ലഞ്ചർ, ഒരു സ്പ്രിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കോണ്ടാക്റ്റ് ചെയ്യുക. കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പ്രസ് ചെയ്യുന്ന പ്ലഞ്ചറിൽ നിന്ന് നമ്മൾ കൈയെടുക്കും. അപ്പോൾ ഇത് സ്പ്രിങ് ഫോഴ്സ് കൊണ്ട് ഇത് തിരിച്ച് റിട്ടേൺ ആവും. ഈ കോണ്ടാക്റ്റ് ഇവിടെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇവിടെ കോണ്ടാക്റ്റ് റിലീസ് ചെയ്യും, സ്റ്റാർട്ടിങ് മോട്ടോർ ഓഫ് ആവും. അപ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫുട്ട് കൊണ്ടോ അമർത്തുന്ന രീതിയിലാണ്, കാലുകൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അമർത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്വിച്ച് സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പോഴും ചില ചെറിയ ഓട്ടോറിക്ഷകൾ, അതുപോലെ ഗുഡ്സ് വെഹിക്കിളുകൾ, ചെറിയ വാഹനങ്ങളൊക്കെ ഈ ഒരു ടൈപ്പ് മാനുവൽ സ്വിച്ച് കൊടുക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സോളിനോയിഡ് സ്വിച്ച് എന്ന് പറയുന്നത്. സോളിനോയിഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നും സ്റ്റാർട്ടിംഗ് മോട്ടോറിലുള്ള ടെർമിനൽ കണക്ഷൻ നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്കുള്ള കറണ്ടാണ് നമ്മളിവിടെ ഇഗ്നിഷൻ സ്വിച്ച് വഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്വിച്ച് ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഒരു പോർഷൻ ഈ ഒരു മാഗ്നറ്റിലേക്ക് പോകും. ഈ മാഗ്നറ്റ് അഥവാ സോളിനോയിഡിലേക്ക് പോകും, ഈ വൈൻഡിങ്സിലേക്ക്. അപ്പോൾ അത് എന്ത് ചെയ്യും, എനർജൈസ് ചെയ്തിട്ട് മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ കോണ്ടാക്ട് ഡിസ്കിനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട്
തള്ളും, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഇത് മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് മെറ്റലായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത് ഈ സോളിനോട് കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കറണ്ട് വന്ന രീതി ഡിസ്കിനെ ഇങ്ങോട്ട് തള്ളുന്ന രീതിയിലാണ്. അതിൻ്റെ കൂടെ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ സ്പ്രിങ്ങും കൂടെ ഉണ്ടാവും. കാരണം ഇൻ കേസ് ഇത് പിന്നെ കറണ്ട് തീമെന്ന് ഒഴിവാക്കുന്ന സമയത്ത് തിരിച്ച് ബാക്കോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തിയററ്റിക്കൽ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് അപ്പോൾ കൺസ്ട്രക്ഷൻ ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്നാണ് നമ്മൾ ഈ പ്ലഞ്ചറിൻ്റെ കൂടെ ഒരു എന്തുണ്ട്, ഈ പ്ലഞ്ചറിൻ്റെ സ്പ്രിങ്ങിൻ്റെ കൂടെ ഒരു വൈൻഡിങ്ങും കൂടെ ഉണ്ട്. നേരത്തെ കണ്ട പ്ലഞ്ചറിൻ്റെ കൂടെ ഒരു വൈൻഡിങ് ഉണ്ട്. ഈ വൈൻഡിങ് വെച്ച് സോളിനോട് വെച്ചിട്ടാണ് ഇത് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇഗ്നിഷൻ കീ ഓൺ ചെയ്താൽ ചെറിയ സ്വിച്ച് കൊടുത്താൽ മതി. ഇഗ്നിഷൻ കീ ഓണാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഹെവി സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഇവിടെ എന്താണ് നമുക്ക് ഹെവി സ്വിച്ച് ആവശ്യമാണ്, കാരണം ഹൈ കറണ്ടാണ് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും നനവ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻസുലേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൈമേക്ക് ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കേസിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ എന്താണ് നമ്മൾ ജസ്റ്റ് ചെറിയൊരു കറണ്ട് ഈ വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ടിൻ്റെ ഭാഗം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് ചെറിയ സ്വിച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ കറണ്ട് വൈൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എനർജൈസ്ഡ് മാഗ്നറ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പുള്ളിയും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ഡിസ്ക് വന്നിട്ട് ഇതിനെ ഈ സ്റ്റാർട്ടിങ് ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടോറിലേക്കുള്ള എന്ത് ചെയ്യും, ടെർമിനൽ ക്ലോസ് ചെയ്യും. ഈ കോണ്ടാക്ട് ഡിസ്ക് വന്നിട്ട് അപ്പോൾ നേരെ ഹൈവി കറണ്ട് ഇതിലൂടെ സ്റ്റാർട്ടിങ് മോട്ടോറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ മോട്ടോർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നിഷൻ കീയിൽ നിന്ന് കൈയെടുക്കും. അപ്പോൾ ഇതിലേക്കുള്ള കറണ്ട് ഒഴിവാകും. ഇത് തിരിച്ചെന്ത് ചെയ്യും, ബാക്കോട്ട് തന്നെ റിലീസ് ചെയ്യും. ഇത് തിരിച്ച് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ട് തന്നെ ഇത് കറണ്ട് ഇതിൽ നിന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്ലഞ്ചറിൻ്റെ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ ഇത് ബാക്കോട്ട് തന്നെ തിരിച്ചെന്ത് ചെയ്യും പോവും. അപ്പോൾ ഈ ഡിസ്ക് തീമെന്ന് എന്ത് ചെയ്യുകൊണ്ട് റിലീസാവും. ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടോറിലേക്ക് കറണ്ട് ഒഴിവാകും, മോട്ടോർ സ്റ്റോപ്പ് ചെയ്യും. അതാണ് സോളിനോയിഡ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി ചില വാഹനങ്ങളിൽ ചില എന്താണ് ഈ ഒരൊറ്റ വൈൻഡിങ് കൊടുക്കുന്നതിന് പകരം 2 വൈൻഡിങ് കൊടുക്കാറുണ്ട്. ഒരു പുള്ളിങ് വൈൻഡിങ്, ഒരു ഹോൾഡിങ് വൈൻഡിങ്. ഒന്ന് നല്ല തിക്കായിട്ടുള്ള വയറും ഒന്ന് തിന്നായിട്ടുള്ള വയറും അങ്ങനെ കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് ഇതിങ്ങനെ പുള്ളി ചെയ്യാൻ നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി വേണം. പുള്ളി ഇത് ചെയ്യുമ്പോൾ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കറണ്ട് കൊണ്ട് തന്നെ അത് അവിടെ അട്രാക്ട് ചെയ്ത് നിന്നോളും. അപ്പോൾ ആദ്യത്തെ ഒരു വൈൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വൈൻഡിങ് 2 വൈൻഡിങ് കൊടുത്ത് ഒരു പുള്ളിങ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യാനുള്ള വൈൻഡിങ്, ഹോൾഡിങ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള വൈൻഡിങ്. 2 വൈൻഡിങ് കൊടുത്തിട്ട് ഒരു വൈൻഡിങ്ങിക്ക് ആദ്യം പുള്ളിങ് വൈൻഡിങ്ങിക്ക് ആദ്യം കറണ്ട് കൊടുത്തിട്ട് അത് ഹൈ കറണ്ട് ആവശ്യമാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഫുൾ ടൈം എന്താണ് ഹൈ കറണ്ട് ഡ്രോ ചെയ്യാതെ പുള്ളിങ് വൈൻഡിങ്ങിന് മാത്രം ഹൈ കറണ്ട് കൊടുത്തിട്ട് പിന്നെ ഹോൾഡ് ചെയ്യാൻ ചെറിയ വൈൻഡിങ് കൊടുത്തതിനാൽ പിടിച്ചു നിർത്താൻ ചെറിയ കറണ്ട് മതി. ഇതിങ്ങോട്ട് തള്ളാനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുതൽ ആവശ്യം. ഇവിടെ എന്താണ് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചു നിർത്താൻ ചെറിയ കറണ്ട് മതി. അതാണ് നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് എന്നാണ്. ഇവിടെ സോളിനോയിഡ് സ്വിച്ചിൻ്റെ കൂടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പ്രീ എൻഗേജ്ഡ് ടൈപ്പ് ഡ്രൈവ് അല്ലേ, ഇവിടെ നമ്മൾ കണ്ടു. ഈ പ്രീ എൻഗേജ്ഡ് ടൈപ്പ് ഡ്രൈവ് ആക്സിയൽ ഡ്രൈവിലൊക്കെ ഈ പ്രീ എൻഗേജ് ടൈപ്പ് ഡ്രൈവിൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഈ നമ്മൾ വെറുതെ ഇതിലേക്ക് കറണ്ട് കൊടുത്തിട്ട് ഇത് മാഗ്നറ്റായിട്ട് ഇത് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് മാത്രം പോരാ. ഇവിടെ നമ്മൾ പിനിയനെ ആദ്യം ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ ഷിഫ്റ്റ് ലിവർ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ മെഷ് ചെയ്യിച്ചിട്ടാണ് പിന്നെയാണ് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു അതിനാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് ഷിഫ്റ്റ് ലിവർ. ഈ ഷിഫ്റ്റ് ലിവറും അതിൻ്റെ കൂടെ സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് കൊടുക്കാനുള്ള സ്വിച്ച് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് സ്വിച്ച് കം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, ഇതാണ് മൂന്നാം സ്വിച്ച് സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ്. അപ്പോൾ ഇതിലെന്തുണ്ട്, ഒരു ഷിഫ്റ്റ്, ഇതാണ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ലിവർ. ഇത് നേരെ പോകുന്നത് നമ്മളെ പിനിയൻ മക്കാണ്. ആ പിനിയനെ തള്ളാനാണ് ഷിഫ്റ്റ് ലിവർ സഹായിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് പോകാനുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരേ സമയം ഇതിങ്ങോട്ട് ഈ ഇതിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഒരു സ്വിച്ച് ഓൺ, ഈ ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ഗാന്ധമായിട്ട് ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഈ കോണ്ടാക്ട് ക്ലോസ്ഡ് ആവണം. അതേ സമയം തന്നെ ഇവിടെ എന്തുണ്ടാവും, ഈ ലിവർ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഈ ലിവർ എന്ത് ചെയ്യും, നമ്മളെ ഷിഫ്റ്റ് എന്താണ് പിനിയൻ, നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ പിനിയനെ അങ്ങോട്ട് മെഷ് ചെയ്യിക്കും. ഇതിങ്ങോട്ട് ചലിക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് തള്ളുകയാണ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ലിങ്കേജസ് കൊടുത്തിട്ടുണ്ടാവുക.
അപ്പോൾ ഒരേ സമയം ഇവിടെ ഇത് ഇങ്ങോട്ട് ക്ലോസ്ഡ് ആവും, ഈ ടെർമിനൽ ക്ലോസ്ഡ് ആകുമ്പോൾ തന്നെ ഇവിടെ എന്ത് ഉണ്ടാവും, ഇതിങ്ങോട്ട് ഈ ഒരു ഷിഫ്റ്റ് ലിവർ ഇങ്ങോട്ട് ചലിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും, നമ്മളെ പിനിയൻ സ്റ്റാർട്ടിങ് മോട്ടോറിൻ്റെ എൻഡിൽ ആർമേച്ചറിലുള്ള പിനിയൻ, ആ പിനിയൻ എന്ത് ചെയ്യും, പിനിയൻ ഗിയർ ചെറിയ ഗിയർ നമ്മളെ ഫ്ലൈ വീൽമക്ക് മെഷ് ചെയ്യിക്കും, ഈ ഒരു ഷിഫ്റ്റ് ലിവർ വെച്ചിട്ട് നീക്കും. അതുകൊണ്ടാണ് ഇതിനെ സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് രണ്ടും കൂടെ വരുന്നതാണ് സ്വിച്ച് കം ഷിഫ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈൻഡിങ് മാത്രമല്ല, 2 വൈൻഡിങ് ഉണ്ട്. ഒരു പുള്ളിങ് വൈൻഡിങ്ങും ഉണ്ട്, ഒരു ഹോൾഡിങ് വൈൻഡിങ്ങും ഉണ്ട്. ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഇവിടെ 2 വൈൻഡിങ് ഉണ്ട്. നേരത്തെ പോലെയല്ല, ഇവിടെ ഒരു തിക്കായിട്ടുള്ള വയറും കാണാണ്ട് തിന്നായിട്ടുള്ള വയറും കാണുന്നുണ്ട്. ആ തിക്കായിട്ടുള്ള വയറാണ് നേരെ സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് പുള്ളിങ് വൈൻഡിങ്. പുള്ളിങ് വൈൻഡിങ് എന്ന് വെച്ചാൽ ഇതിനെ ഈ ഷിഫ്റ്റ് ലിവറിനെയും ഇതിനൊക്കെ പാടെ ഇങ്ങോട്ട് തള്ളണമെങ്കിൽ നല്ല കറണ്ട് വേണം. അപ്പോൾ അതിനെ തള്ളി പിടിച്ച് നിർത്തണമെങ്കിൽ, തള്ളി ഇങ്ങോട്ട് ഇതാക്കണമെങ്കിൽ നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി വേണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കറണ്ടിനനുസരിച്ചാണ് കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുക. അപ്പോൾ ആദ്യം നല്ല എന്താണ് ഈ ഇത് സ്വിച്ച് അവിടെ എന്താണ് ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ പുള്ളിങ് വൈൻഡിങ്ങിന് അഥവാ തിക്കായിട്ടുള്ള വയറിലേക്ക് എന്ത് ചെയ്യും, കറണ്ട് വരും. തിക്കായിട്ടുള്ള വയറിലേക്ക് കറണ്ട് വരുമ്പോൾ അത് നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ഇതിങ്ങോട്ട് ചലിക്കും. നേരെ എന്ത് ചെയ്യും, ഈ ഡിസ്ക് ഇവിടെ ക്ലോസ്ഡ് ആവും. ഡിസ്ക് ക്ലോസ്ഡ് ആകുമ്പോൾ അതേ സമയം എന്ത് ചെയ്യും, ഹോൾഡിങ് വൈൻഡിങ്സിലാണ് പിന്നെ കറണ്ട് കിട്ടുക. ഓക്കെ, പിന്നെ ഹോൾഡിങ് വൈൻഡിങ്സിലേക്കാണ് കറണ്ട് കിട്ടുക. ആ ഒരു രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഡിസ്ക് ഇവിടെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടെ ഇത് എന്ത് ചെയ്യും, ഈ വലിയ വയറിലേക്ക് പിന്നെ കറണ്ട് കിട്ടൂല. പിന്നെ അത് നേരെ ഈ ബാറ്ററി വഴി ബാറ്ററി വഴി സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് പോവാണ്. പിന്നെ കിട്ടുക കറണ്ട് ചെറിയ വൈൻഡിങ്സിലേക്കാണ്. അപ്പോൾ ആ ചെറിയ വൈൻഡിങ്സ് മതി ഇതിനവിടെ അങ്ങനെ പിടിച്ചു നിർത്താൻ. ജസ്റ്റ് ചെറിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മതി ഇതിവിടെ പിടിച്ചു നിർത്താൻ. അപ്പോൾ 2 വൈൻഡിങ് അത് കൊടുത്തിട്ടുണ്ട്. അതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് പുള്ളിങ് വൈൻഡിങ് അഥവാ ഈ കട്ടിയുള്ളത്, ഹോൾഡിങ് വൈൻഡിങ് ജസ്റ്റ് കട്ടി കുറഞ്ഞ വയർ. അപ്പോൾ കട്ടി കൂടിയത് എന്ന് പറഞ്ഞാൽ കൂടുതൽ കറണ്ട് ഡ്രോൺ ചെയ്യും, അത് ഇതിനങ്ങോട്ട് തള്ളാൻ സഹായിക്കും. ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചു നിർത്താൻ നമ്മൾ ചെറിയ വയറിലേക്ക് കറണ്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബാറ്ററിയിൽ നിന്ന് ഹൈ കറണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഡ്രോൺ ചെയ്ത് നിൽക്കില്ല. ജസ്റ്റ് ഇതിന് ഈ ഷിഫ്റ്റ് ലിവറിന് ഇതിന് മൊത്തത്തിൽ അങ്ങോട്ട് നീക്കണമെങ്കിൽ നമുക്ക് നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആവശ്യമാണ്. അപ്പം മാത്രം ജസ്റ്റ് ആദ്യം കൊടുക്കുന്ന സമയത്ത് മാത്രം അതിലേക്ക് വരും. ഇത് ഡിസ്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കറണ്ട് ഒഴിവാകും. പിന്നെ ഈ ചെറിയ വയർക്ക് ഇവിടെ മാത്രം കാണും. അത് ആ ഒരു രീതിയിലാണ് ഇത് എർത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിങ് വൈൻഡിങ് നേരെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഈ കട്ടിയുള്ള വൈൻഡിങ് കൊടുത്തിട്ടുള്ളത്, തിക്നെസ് കൂടിയത് കൊടുത്തിട്ടുള്ളത് നേരെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഈ ഒരു കണക്ഷൻക്കാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഡിസ്ക് ഇവിടെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കറണ്ട് കിട്ടാത്തത്. പിന്നെ നമ്മളെ ഈ ചെറിയ സ്മോൾ വയർ കൂടെ മാത്രമേ കിട്ടുള്ളൂ. ആദ്യം മറ്റേ വണ്ടിക്ക് ഒന്നിച്ച് കിട്ടും, പിന്നെ ആ ചെറിയ സ്മോൾ വയർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മളെ തിക്നെസ് കുറഞ്ഞ വയർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ വലിയ ഹെവി വയർക്കുള്ള കറണ്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതിനവിടെ പിടിച്ചു നിർത്തിയാൽ മതി. അങ്ങനെ ഇത് സ്റ്റാർട്ടിങ് മോട്ടർ ഇതൊക്കെ മില്ലി സെക്കൻഡ്സ് കൊണ്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഓരോ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കുറേ സമയം നടക്കില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് മോട്ടർ ഇതിനെ പിനിയനെ അങ്ങോട്ട് തള്ളി നിർത്തി സ്റ്റാർട്ടാക്കി. ഒരു സ്റ്റാർട്ടിങ്ങിനൊക്കെ ഇപ്പോൾ എത്ര മാക്സിമം ഒരു 2, 3, 4, 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സ്. കുറേ നേരം നമ്മൾ ക്രാങ്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 10-20 സെക്കൻഡ്സിലാരൊന്നും ക്രാങ്ക് ചെയ്യില്ല. അപ്പോൾ സ്റ്റാർട്ടാണെങ്കിൽ പിന്നെ നമ്മൾ കൈയെടുക്കും. ആ ഒരു സമയത്താണല്ലോ. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ആൾറെഡി സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് നല്ല കറണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു സോളിനോയിഡ് സ്വിച്ചിലേക്കും കൂടുതൽ കറണ്ട് കുറേ സമയം പോയി കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് വീക്കാവും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ 2 വൈൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് വിത്ത് റിലേ. ഇതിൻ്റെ കൂടെ നമ്മളൊരു കട്ട് ഔട്ട് റിലേയും കൂടെ ഉണ്ടാവും. അതാണ് കൊടുക്കുന്നത്. അതാണ് 4ാമത്തെ ടൈപ്പ് എന്നുള്ളത്. ഒന്നുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ റിലേ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സോളിനോയിഡ് സ്വിച്ച് വിത്ത് റിലേ എന്ന് പറയുന്നത് ശരിക്കും സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് വിത്ത് റിലേ ആണ്. ഇതിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, റിലേ ഉണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ഒരുപാട് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഉണ്ട്. അനദർ സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ന്യൂട്രൽ സേഫ്റ്റി സ്വിച്ച് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില സമയത്ത് വാക്വം സ്വിച്ചും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഈ റിലേ നമ്മൾ സാധാരണ നേരെ നേരത്തെ കാണിച്ചതുപോലെ നേരെ എന്ത് ചെയ്തില്ല, ഇഗ്നീഷ്യൻ സ്വിച്ച് നേരെ സ്റ്റാർട്ടിങ് മോട്ടർക്കോ അല്ലെങ്കിൽ സോളിനോയിഡ് ഷിഫ്റ്റിലേക്ക് കൊടുത്തിക്കല്ല.
ഒരു റിലേ വഴിയാണ്. റിലേ നമ്മൾ റിലേൻ്റെ കണക്ഷൻ പോകുന്നത് ബാറ്ററിയിലേക്കും ജനറേറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് റിലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഈ റിലേ കൊടുത്തു എന്ന് വെച്ചാൽ എൻജിൻ സ്റ്റാർട്ടായ കണ്ടീഷനിൽ നമ്മൾ പിന്നെ ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ജനറേറ്റർ വർക്ക് ചെയ്യുമല്ലോ. ആ ജനറേറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പോവുക, പിന്നെ ഈ ഒരു റിലേ വഴി ജനറേറ്ററിലേക്കാണ് കറണ്ട് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇഗ്നിഷൻ കീ എത്ര ഓൺ ആക്കിയാലും പിന്നെ സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് പോവില്ല. അതിനാണ് ഇങ്ങനെ ഒരു റിലേ കൊടുക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ റിലേ കൊടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ, ഇത് ജനറേറ്ററിലേക്ക് ബാറ്ററിയും കൂടെയുള്ള കണക്ഷൻ്റെ റിലേ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം, ഇങ്ങനെ റിലേ കൂടി കൊടുത്തിട്ട് അതിൽ കൂടെ നമ്മൾ ബാറ്ററിയും ജനറേറ്ററും ഈ ഇഗ്നിഷൻ സ്വിച്ചും കൂടി ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നമ്മളെ സ്റ്റാർട്ടിങ് മോട്ടറിലേക്കുള്ള കണക്ഷൻ ഷിഫ്റ്റ് സ്വിച്ചിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മെച്ചം എന്ന് വെച്ചാൽ, നമ്മൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് ജനറേറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനറേറ്ററിന് ബാറ്ററിക്ക് അങ്ങോട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇഗ്നിഷൻ കീ നമ്മൾ ചാവി ഓണാക്കി എഴുതിയിട്ട് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് വരില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടർ വർക്ക് ചെയ്യൂല, എന്ത് ചെയ്യില്ല, നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടർ വെറുതെ കംപ്ലൈൻ്റ് ആവില്ല. നമ്മൾ ഇനി അറിയാതെ ഇഗ്നിഷൻ കീ വീണ്ടും സ്റ്റാർട്ടായിട്ട് വീണ്ടും തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് തിരിച്ചാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സ്റ്റാർട്ടിങ് മോട്ടർ ക്രാങ്ക് ചെയ്യില്ല, കറണ്ട് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് എത്തില്ല. കാരണം ഈ റിലേ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് സ്വിച്ചാണ്. റിലേനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. റിലേ എന്താ സഹായിക്കുന്നത് വെച്ചാൽ, നമ്മൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്നുള്ള ജനറേറ്റർ വർക്ക് ചെയ്ത് ജനറേറ്ററിൽ നിന്ന് ബാറ്ററിയിലേക്ക് കറണ്ട് പോകാനും, തിരിച്ച് ജനറേറ്റർ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് അങ്ങോട്ട് കറണ്ട് പോകാതിരിക്കാനും, അതുപോലെ തന്നെ ലോ വോൾട്ടേജിലാണ് സമയത്ത് ജനറേറ്ററിൽ നിന്ന് ബാറ്ററിയിലേക്ക് കറണ്ട് ചാർജ് ആവാതെ സഫിഷ്യൻറ്റ് വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ മാത്രം ജനറേറ്ററിൽ നിന്ന് ബാറ്ററീൻ്റെ ഇടയിൽ കണക്ഷൻ ഫില്ലാകാൻ വേണ്ടിയിട്ടുമാണ്, കണക്ഷൻ ഓൺ ആകാൻ വേണ്ടിയിട്ടുമാണ് ഈ റിലേ കൊടുക്കുന്നത്. റിലേ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് സ്വിച്ച് തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്തതാണ്. അപ്പോൾ അത് പോയി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ റിലേ കൂടെ ഈ സർക്യൂട്ടിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, റിലേ ത്രൂ നമ്മൾ സോളിനോയിഡ് ഷിഫ്റ്റ് സ്വിച്ചിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാറ്ററി എൻജിൻ സ്റ്റാർട്ടായി ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പിന്നെ ഇഗ്നിഷൻ കീ ഓൺ ചെയ്യാൻ ഇഗ്നിഷൻ കീ നമ്മൾ സ്റ്റാർട്ടിങ് മോട്ടറിലേക്കുള്ള ഇഗ്നിഷൻ പൊസിഷനിലേക്ക് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് വരില്ല, സ്റ്റാർട്ടിങ് മോട്ടർ സേഫാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ന്യൂട്രൽ സേഫ്റ്റി സ്വിച്ച് കൂടെ കൊടുക്കാറുണ്ട്. ഈ ന്യൂട്രൽ സേഫ്റ്റി സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, അത് സാധാരണ കൊടുക്കാറുള്ളത് ഗിയർ ബോക്സിനകത്താണ്. അത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, നമ്മൾ ന്യൂട്രലിൽ ഇടാതെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രലിലിടാതെ നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വണ്ടി അപകടം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ സേഫ്റ്റി സ്വിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവിധ സേഫ്റ്റിയും ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ റിലേ കൊടുക്കുകയാണ്, ന്യൂട്രൽ സേഫ്റ്റി സ്വിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ആക്സിഡൻ്റലായിട്ട് സ്റ്റാർട്ടിങ് മോട്ടർ വർക്ക് ചെയ്യുന്നതൊക്കെ പൂർണ്ണമായും ഒഴിവാകും. ബാക്കി വർക്കിങ്ങോ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ സോളിനോയിഡ് ഷിഫ്റ്റ് സ്വിച്ചാണ് ഇവിടെ ഉള്ളത്. ആദ്യം നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റിലേ വഴി ജനറേറ്റർ വർക്ക് ചെയ്യാത്തിടത്തോളം കാലം ബാറ്ററിയിൽ നിന്ന് നേരെ കറണ്ട് വഴി എന്ത് ചെയ്യും, ഇതുവഴി വന്ന് നമ്മൾ സോളിനോയിഡ് സ്വിച്ച് ഷിഫ്റ്റിലേക്ക് എത്തും. ഈ ഷിഫ്റ്റ് ലിവർ ഇങ്ങോട്ട് നീങ്ങും, പിനിയനെ അങ്ങോട്ട് ഫ്ലൈ വീലുമൊക്കെ അട്രാക്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ കോൺടാക്റ്റ് ക്ലോസ് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് വരും. സ്റ്റാർട്ടിങ് മോട്ടർ വർക്ക് ചെയ്യും, പിനിയൻ ഫ്ലൈ വീലിനെ കറക്കി എൻജിൻ സ്റ്റാർട്ടാവും. എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നിഷൻ കീയിൽ നിന്ന് കൈയെടുക്കും. അപ്പോൾ ഇതിന് ഇവിടെ എന്ത് ചെയ്യും, ജനറേറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ജനറേറ്ററിൽ നിന്ന് ബാറ്ററിയിലേക്ക് കറണ്ട് ബാറ്ററിയിലേക്ക് കറണ്ട് ഈ ഒരു റിലേ ആക്ടിവേറ്റ് ചെയ്ത് റിലേൻ്റെ ആർമേച്ചർ കോൺടാക്റ്റ് ക്ലോസ് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് കറണ്ട് പോവും. പിന്നെ നമ്മൾ ഇഗ്നിഷൻ കീ ഓണാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇഗ്നിഷൻ കീ തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് കറണ്ട് പോവില്ല, സ്റ്റാർട്ടിങ് മോട്ടോറും ഓഫ് ഓൺ ചെയ്യും. അപ്പോൾ ഇത്രയാണ് സോളിനോയിഡ് സ്വിച്ച് ഷിഫ്റ്റ് വിത്ത് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ 4 ടൈപ്പ് സ്വിച്ചാണ് നമ്മൾ പഠിച്ചത്. മാനുവൽ സ്വിച്ച്, സോളിനോയിഡ് സ്വിച്ച് ഷിഫ്റ്റ്, സോളിനോയിഡ് സ്വിച്ച് ഷിഫ്റ്റ് വിത്ത് റിലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സ്റ്റാർട്ടിങ് മോട്ടോർ സ്വിച്ചിനെ കുറിച്ചുള്ളത്. അപ്പോൾ അതോടെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി.
അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇതിന്ന് ഏതെങ്കിലും ഒരു സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് വിത്ത് റിലേ ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ എക്സാമിന് 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാനുവൽ സ്വിച്ചൊന്നും ചോദിക്കാൻ സാധ്യതയല്ല. സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റ് വിത്ത് റിലേ അല്ലെങ്കിൽ സോളിനോയിഡ് സ്വിച്ച് കം ഷിഫ്റ്റൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് രണ്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് 7 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അതോടെ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സബ്ജക്റ്റ് എന്നാണ് നമ്മളിതുവരെ 4 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക്സ്.